ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിറ്റീവായിട്ടുണ്ടായിരുന്ന സമയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തെല്ലാമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്ന ആ ഒരു ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പേഴ്സൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ വരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്. അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എയ്ക്ക് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകൾ തന്നെ ആയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് ഇതാണ്: ഇനിയും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ മൂവ് ഓൺ ചെയ്യണമോ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വെയിറ്റിംഗ് ഗെയിമായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. മേ ബി ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി മെസ്സേജസൊക്കെ അയക്കുന്നുണ്ടാകാം, കോൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോഴെല്ലാം അവർ നിങ്ങളെ പല രീതിയിലും അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഡ്രീംസിൽ ഈ വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടാകാം. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടായതായിട്ട് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടാകാം. ഈ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ആകുന്ന ആ ഒരുപാട് കാര്യങ്ങൾ, ഒരു കോണ്ടാക്റ്റ് ആകുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം. അതെല്ലാം ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് വരുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് ഈ റിലേഷൻഷിപ്പിന് വരുന്നു എന്നതാണ് ഇവിടെ നമുക്ക് ഓവറോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു നിമിഷം വരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം സഫലമാകുന്നു. ഈ ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ലൈഫിൽ നിങ്ങൾ ആ വ്യക്തിയെ
ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ പോലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കൈവിടില്ല, നിങ്ങളെ കൈവിട്ടിട്ട് പോകില്ല. ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് അവർക്ക് മനസ്സില്ല, സമ്മതിക്കില്ല, അവർ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ വിട്ടു പോകാനായിട്ടും അവർ സമ്മതിക്കില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എനർജി. ഒരു സ്പിരിച്വൽ റീയൂണിയൻ നിങ്ങൾ തമ്മിൽ സംഭവിക്കുന്നതാണ്. മേ ബി അത്തരമൊരു ഇൻഡ്യൂഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന ഡ്രീംസും മറ്റുമൊക്കെ. ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആയിരിക്കും നിങ്ങൾ ഡ്രീംസിൽ കണ്ടിട്ടുണ്ടാവുക. അത്തരം ഡ്രീംസ് കണ്ടവർ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ തന്നെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് മുന്നോടിയായിട്ട് പല യൂണിവേഴ്സൽ സയൻസും നിങ്ങൾ കാണുന്നുണ്ടാകാം. അതായത് ഗ്രീൻ കളറ് അല്ലെങ്കിൽ ഗോൾഡൻ കളറ് ഭയങ്കര അട്രാക്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. നമ്പർ 2 അല്ലെങ്കിൽ 222 എന്ന് പറയുന്ന നമ്പറുകൾ പലയിടത്തും നിങ്ങൾ കാണുന്നുണ്ടാകാം. ഇതൊക്കെ ഒരു സ്പിരിച്വൽ റീയൂണിയനെയാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എസ്പെഷ്യലി റെയിൻബോ സയൻസ് ഒക്കെ കാണുന്നുണ്ട്. 111 ഇതൊക്കെ കാണുന്നതും ഏഞ്ചൽ മെസ്സേജസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതൊക്കെ തന്നെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്ന വലിയ മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഒരു വ്യക്തിക്ക് വേണ്ടി തീർച്ചയായും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരിക തന്നെ ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത്? യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു. യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു. Universal messages for you. Universal messages for you. രണ്ട് കാർഡുകൾ നമുക്ക് വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ മെസ്സേജസ്. ഓക്കെ, യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു. ഓക്കെ ഓക്കെ, യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു. യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന ഒരു സമയമായിരിക്കാം. ഇത്രയും നാളും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷണം ഇത്രയും നാളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സമയം, ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കിട്ടിയിരുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സ് ഒരു യൂണിവേഴ്സൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇതൊരു യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരുന്നു നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആവുക എന്നത്. നിങ്ങളിലേക്ക് വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ ഡ്രീംസ് കാണുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പിക്ചർ തന്നെ മാറിപ്പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇനി ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഈ ഒരു സിറ്റുവേഷനിലേക്ക് സ്നേഹം വന്നു ചേരുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത്രയധികമായിട്ടുള്ള ഒരു ലവ് എനർജി ആണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കാണുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ സ്നേഹം ലവ് എനർജിയുടെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന യൂണിവേഴ്സൽ മെസ്സേജ്. ഇനി ഈ കാർഡ് കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളിൽ പലരും വളരെ സന്തോഷകരമായിട്ട് ഒത്തിരി ഡ്രീംസ് കണ്ടിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ അത്തരം ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു ഡ്രീംസിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി അങ്ങനെയുള്ള ഒരു മെസ്സേജ് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ 4 കാർഡുകളും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്?
യെസ്, നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത്? നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ എന്തെല്ലാമാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. യെസ്, ഏത് ദിവസമാണോ നിന്നെ ഞാൻ കണ്ടുമുട്ടിയത് ആ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് പറയുന്നത്. എവറി മൂമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിന്നോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നീ വ്യക്തി ഇപ്പോൾ പറയുകയാണ്. ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. യെസ്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു ഈ ഒരു നിമിഷത്തിൽ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഞാൻ ആഗ്രഹിക്കുകയാണ് നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. അപ്പോൾ വളരെയധികം മിസ് ഫീൽ ഇവിടെ കാണുന്നുണ്ട്. ഐ വിൽ കം ബാക്ക് ടു യു. യെസ്, നിങ്ങളിലേക്ക് അവർ തിരികെ എത്തുന്നു എന്നാണ് പറയുന്നത്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. യെസ്, നിങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് അവർ ഈ സമയത്ത് പറയുകയാണ്. യു ആർ മൈ ടിൻ ഫ്ലെയിം. നിങ്ങൾ എൻ്റെ ടിൻ ഫ്ലെയിം കണക്ഷനാണ്, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ആണ് എന്ന് അവർ പറയുന്നു. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. എൻ്റെ ജീവിതം ഒരു വിലയുമില്ലാത്തതായി തീരുന്നു. നിങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതം ഒരു വിലയുമില്ലാത്തതായി മാറിയിരിക്കുന്നു. ഐ നെവർ ലവ്ഡ് എനിവൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഞാൻ ഒരിക്കലും ആരെയും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല നിന്നെ സ്നേഹിച്ചതുപോലെ എന്നാണ്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സോൾ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്ത് നോക്കാം. റീഡിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കിവിടെ എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 days. 6 days എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് സർവീസിലുള്ളവരോ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആകാം. ലവബിളാണ് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ വളരെ ലവബിളായിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ പെയിൻറ്റിങ് ജോലി ചെയ്യുന്നവരോ പെയിൻറ്റിങ് ആർട്ട് ചെയ്യുന്നവരോ അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ലെറ്റർ എസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 35 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 12 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 34 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 33 വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ലെറ്റർ. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് ഡിസംബർ മന്ത് നമുക്കൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചൈൽഡിഷ്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ചൈൽഡിഷ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അതുപോലെ ലോങ് നെയിൽ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലോങ് നെയിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോങ് നെയിൽ ഉള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം. ബേക്കർ എന്ന് കിട്ടിയിട്ടുണ്ട്. ബേക്കറി സംബന്ധമായതോ ബേക്കിംഗ് ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കാം. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടെക്ക് പരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരോ ടെക്ക് ചെയ്യുന്നവരോ താല്പര്യമുള്ളവരോ ഒക്കെ ആയിരിക്കാം. വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 72 മണിക്കൂറിന് ശേഷം എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നു. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 51 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 39 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 45 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്ലൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ ഈ ഒരു റീഡിങ്ങും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.